നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് മുറ്റം മുഴുവനും എൻ്റെ മുറ്റം ഇങ്ങനെ കണ്ടില്ല, എൻ്റെ കുളമൊക്കെ ആകെ കുളമായി കിടക്കുമായിരുന്നു. അങ്ങനെ ഈ 2 കുളങ്ങളും ഒന്ന് വൃത്തിയാക്കിക്കണം. പിന്നെ ഈ ചെടി ഇവിടെ മുഴുവനും നിറച്ച് ഈ ബന്ദിപ്പൂ ഉണ്ടല്ലോ, അതിൻ്റെ അരി വാരി ഇങ്ങനെ എറിഞ്ഞിട്ട് പൂജയൊക്കെ നടക്കത്തില്ലേ വീട്ടിലൊക്കെ. അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന പൂക്കളൊക്കെ മുറ്റത്തെല്ലാം വാരി എറിഞ്ഞ് നിറയെ ഈ പറഞ്ഞ പോലെ ബന്ദി തൈകളായിരുന്നു. അത് മുഴുവനും ഞാൻ അജിത ചേച്ചിയും ഞാനും കൂടെ നിന്ന് എല്ലാം പിഴുത് കളയിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ മുറ്റത്ത് നിന്ന് ആ പ്ലാവ് കണ്ടില്ലേ, അത് ആ വിയറ്റ്നാം സൂപ്പറിലെ ഈ പ്ലാവാണ്. അപ്പോൾ അതിലിങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു ചക്കകളൊക്കെ നിറയെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ കുളത്തിൽ നിന്ന് ആമ്പലുകളെല്ലാം ഒന്ന് പറക്കി, ആമ്പലും താമരയും നമ്മൾ ഒരുമിച്ചാണ് ഇട്ടേക്കുന്നത്. ചിലർ പറയാറുണ്ട് ആമ്പലും താമരയും ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ പൂക്കത്തില്ല എന്നൊക്കെ. ഈ ആമ്പൽക്കുളം ഇതിൻ്റെ അടുത്ത്, ഇതിനകത്ത് നമ്മൾ പൂക്കളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു, വെറുതെ വെള്ളം മാത്രമേ ഉള്ളൂ. ഇതിനകത്തൊന്ന് കുറച്ച് ലീക്കായി പോകുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അടുത്ത് നിൽക്കുന്ന ലോലോലി മരമാണ് ഇതിൻ്റെ. ഈ നിൽക്കുന്ന എന്താ പറയുക, ചെമ്പരത്തി. ഈ ചെമ്പരത്തി നിന്നാണ് ആഴ്ചയിൽ ഒരു 2-3 ദിവസമൊക്കെ ഞാൻ താളിയിടുന്നത്. അതിനനുസരിച്ച് മുകളിൽ നിന്ന് നമ്മൾ ആ കിളിച്ച് വരുന്ന ഭാഗം മുറിച്ചെടുക്കുന്നതാണ് എപ്പോഴും നിറയെ ഉണ്ടാവാറുണ്ട്. നാടൻ ചെമ്പരത്തി കേട്ടോ. നാടൻ ചെമ്പരത്തി മാത്രമല്ല, മഞ്ഞ ചെമ്പരത്തി, പിന്നെ പല കളറിലെ ചെമ്പരത്തികൾ മുറ്റത്തുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മൾ വെച്ചേക്കുന്നതാണ്. വെള്ളയും മഞ്ഞയും റോസും തട്ട് ചെമ്പരത്തിയും അങ്ങനെയൊക്കെ കുറേ വെറൈറ്റീസ് ഉണ്ട് എൻ്റെ അടുത്ത്. അതുപോലെ തന്നെ തെറ്റിപ്പൂവിൻ്റെയും കുറച്ച് ഒരു 4-5 വെറൈറ്റി കളേഴ്സ് നമ്മുടെ അടുത്തുണ്ട്. പിന്നെ നിറയെ ഉള്ളത് ഈ പറഞ്ഞ പോലെ ബോഗൻവില്ലകളാണ്. അതിനെ നമ്മൾ ഈ 2 കുളത്തിൻ്റെ ചുറ്റും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗേറ്റിന് കയറി വരുന്ന 2 സൈഡിലും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മുറ്റത്ത് കാണുന്ന ഈ വലിയ വലിയ മാവ് ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ ഒരു വലിയ മാവ് ഉണ്ടായിരുന്നു, നമ്മൾ മുറിച്ച് കളഞ്ഞു. അത് ഇപ്പോഴും പഴുപ്പിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ പേരമരത്തിൽ വെച്ച് കെട്ടിയേക്കുന്ന യെല്ലോ കളറിലെ ഡാൻസിങ് ഓർക്കിഡുകളും അല്ലാതുള്ള കുറച്ച്, എനിക്ക് എല്ലാ ഓർക്കിഡ്സിൻ്റെ ഒന്നും പേരറിയില്ല, ഇങ്ങനത്തെ കുളം. അതിനകത്തൊക്കെ എപ്പോഴും പൂക്കളും ഉണ്ട്. സാധാരണ ഇതിന് നല്ല തണലാണ് വേണ്ടതെന്ന് പറയും, പക്ഷേ ഇവിടെ നല്ല വെയിലാണ്. നല്ല വെയിലാണെങ്കിലും ഒരുപാട് വളങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ലെങ്കിലും ഉണ്ടാവാറുണ്ട്. പിന്നെ നാരകം എന്നും കഴിക്കുന്നൊരു നാരകം കേട്ടോ. അപ്പോൾ ഞാനത് അമ്മയോട് ഇങ്ങനെ ചോദിച്ചു പറിച്ചെടുക്കട്ടെ എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞില്ല, കുറച്ചുകൂടെ ഒരു മഞ്ഞ നിറമായിട്ടേ നമ്മൾ ആ നാരങ്ങ പറിക്കാറുള്ളൂ, അച്ചാർ വയ്ക്കാൻ മാത്രമേ അത് നല്ലതായിട്ടുള്ളൂ. പിന്നെ ഈ കുളം കണ്ടില്ലേ, ഇതിൻ്റെ അവസ്ഥ വളരെയധികം ദയനീയമായിരുന്നു. എല്ലാ വർഷവും ഞാൻ നാട്ടിൽ പോകുമ്പോഴാണ് ഇതൊന്ന് ക്ലീൻ ചെയ്യിപ്പിക്കൽ. കാരണം വേറെ ആർക്കും ഇതിനൊന്നും വലിയ ഇൻട്രസ്റ്റ് അവിടെ ഇല്ല. അപ്പം ഞാൻ ഇതിനകത്ത് ഈ കുളത്തിൻ്റെ അമ്മൂമ്മ ഇവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയത് എന്താ പറയുന്നത്. എനിവേ, അപ്പോൾ നമ്മുടെ ഈ കുളത്തിനകത്ത് എപ്പോഴും ഒരു ചേര ഉണ്ടാവുമേ, പാമ്പ് ചേര, അത് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അത് ക്ലീൻ ചെയ്ത സമയത്ത് നന്ദു ഉണ്ടായിരുന്നു. അവൻ അതിനെ കമ്പ് വെച്ച് കുത്തിയെടുത്ത് എറിയുന്ന കണ്ടു. എനിക്ക് പിന്നെ അതിനെയൊക്കെ പേടിയാണ്, മിക്കവാറും എല്ലാവർക്കും പേടിയായിരിക്കും. അപ്പോൾ ഞാൻ മാറി നിൽക്കുക. ഇവിടെ നിന്ന് അജിത ചേച്ചി ഇവിടെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അച്ഛനും കൂടെ വന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ മുള്ളിനകത്ത് നിറയെ ഈ എന്താ പറയുക, ഈ നാരകത്തിന്. അപ്പം ഞാൻ അതിനകത്ത് പഴുത്തത് വല്ലതും ഉണ്ടോ, ഒരെണ്ണം നിൽക്കുന്ന തനിയെ പറിച്ചെടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം. അപ്പം ഞാൻ പഴുത്തത് വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കുമായിരുന്നു. ഒന്നും കണ്ടില്ല. കാരണം കഴിഞ്ഞ ദിവസമാണ് നമ്മളത് അച്ചാർ വെച്ച് ഒരാൾക്ക് കൊടുത്തത്. കണ്ടില്ലേ ഈ താമര. ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാരകം ഈ കുളത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ നാരകത്തിൻ്റെ ഇല വീണിട്ടാണോ എന്തോന്ന് അറിയില്ല, ഈ വെള്ളം നല്ല ഭംഗിയുള്ള ഭയങ്കര വലിപ്പമുള്ള താമരപ്പൂ അതിനടുത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിപ്പം മൊട്ട് വരും, നല്ല വൈറ്റ് കളറിൽ വലിയ മൊട്ട് വന്നിട്ട് അതങ്ങ് കരിഞ്ഞു പോവുക, വിരിയുന്നേ ഇല്ല. എന്താ അതിൻ്റെ റീസൺ എന്ന് എനിക്ക് ഒരു പിടിയും ഇല്ല. അപ്പം നമ്മൾ ഓർത്തുവെങ്കിൽ ഈ കുളത്തിൽ നിന്ന് ഈ താമരകളെയെല്ലാം മാറ്റി മറ്റേ കുളത്തിലോട്ടാക്കിയിട്ട് ആമ്പലുകളെ ഒറ്റയ്ക്ക് ഇവിടെ വയ്ക്കാമെന്ന്. പക്ഷേ ആമ്പലും താമര ഒരുമിച്ച് ഇത് പൂത്തോണ്ടായിരുന്നത്. ആമ്പൽ നമ്മൾ അമ്പലക്കുളത്തിൽ നിന്നൊക്കെ അച്ഛൻ എനിക്ക് കുറച്ച് ആമ്പലിൻ്റെ തൈ എടുത്തുകൊണ്ട് തന്നു. പിന്നെ പല കളറിലെ ആമ്പലുകളെല്ലാം നമ്മൾ രണ്ടും ഒരുമിച്ച് ഒരേ മണ്ണിലിട്ടേക്കുമല്ല, സെപ്പറേറ്റ് ചെയ്തെല്ലാം ചട്ടിയിലാണ് ഈ വെള്ളത്തിനകത്ത് വെച്ചേക്കുന്നത്. അപ്പം തമ്മിലിങ്ങനെ ഒരേ കുളത്തിലാണെന്നേ ഉള്ളൂ. എല്ലാവരും സെപ്പറേറ്റ് വീടുകളിലാണ്, അവരവരുടേതായ പോട്ടിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ താമരകളായാലും ആമ്പലുകളായാലും. അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് വിരിയാതിരിക്കേണ്ടയോ വേറൊരു പ്രശ്നം വരണ്ടല്ലോ. എല്ലാവരും വിരിഞ്ഞുകൊണ്ടായിരുന്നത്, താമര ആമ്പലും ഒക്കെ ഒരുമിച്ച് വിരിഞ്ഞുകൊണ്ടിരുന്നതാണ്. പിന്നെ പെട്ടെന്ന് എന്താണ് ഇവിടെ ഉണ്ടായ പ്രശ്നം എന്ന് എനിക്കറിയില്ല. എന്തായാലും അജിത ചേച്ചി അപ്പോൾ ഇവിടെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു. അച്ഛനും കൂടെ വന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ മുറ്റത്തൂടെ നടന്ന് എൻ്റെ ചിക്കൂസൊക്കെ എത്രയായി, പോകുന്നതിന് മുന്നേ ഇതിനകത്തൊന്ന് ഒരെണ്ണമെങ്കിലും പഴുത്തത് കഴിക്കാൻ പറ്റുമായിരിക്കും എന്നൊക്കെ കരുതി ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുക. പക്ഷേ ഒരിക്കൽ പോലും എനിക്കിതിൽ നിന്ന് ഒരു പഴുത്ത ചിക്കൂസ് കഴിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യത്തെ കുളം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്തു. എന്നിട്ട് ഞാനകത്ത് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഓസ് തുറന്ന് അതിനകത്തോട്ട് വിട്ടിട്ടുണ്ട്. പക്ഷേ അതിനൊരു പ്രശ്നം നമ്മൾ പിന്നെയാണ് മനസ്സിലാക്കിയത്, അതിനകത്തുനിന്ന് അത്യാവശ്യം ലീക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് അതിനകത്ത് നമുക്ക് ഒരുപാട് ചെടികളൊന്നും വയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നമുക്കൊന്ന് നോക്കാം എന്ന് കരുതി. അപ്പോൾ ഈ കുളം നമ്മളെല്ലാം ഒന്ന് അടിച്ച് ഫ്രഷാക്കി ഇങ്ങനെ
അരുവിലൊക്കെ ഉള്ള എല്ലാം ഒന്ന് കളഞ്ഞ് കഴുകി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് ചേച്ചി. ഞാനിവിടെ നിൽക്കുന്ന മെലസ്റ്റോമയും എനിക്ക് പിന്നീട് കാണാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുത്ത് അതിലേക്കൂടെയൊക്കെ നടക്കുക. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഇപ്രാവശ്യം കുളത്തിൽ എന്തായാലും ചേര കാണുമെന്ന്. അപ്പോൾ ഞാനതുകൊണ്ട് ഒരുപാട് അടുത്തോട്ട് പോയില്ല. അജിത് ചേച്ചിക്ക് എന്താണെന്ന് അറിയത്തില്ല, ചേരകളെയൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ പേടിയൊന്നുമില്ല. പുള്ളിക്കാരി ധൈര്യമായിട്ട്, ഞാൻ പറഞ്ഞു അതിനകത്ത് എന്തായാലും ചേര കാണും, ഇറങ്ങണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും പുള്ളിക്കാരി നല്ല ധൈര്യത്തിൽ ഇറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിവിടെ മുറ്റത്ത് ചട്ടിയിൽ ഞാൻ 2 കുരുമുളകിൻ്റെ തൈ വാങ്ങി വെച്ചിട്ട് അതിൽ നിറയെ നമുക്ക് കുരുമുളക് കിട്ടാറുണ്ട്. പിന്നുള്ളത് നമുക്ക് ഈ മരത്തേൽ ഇങ്ങനെ ചുറ്റിയേക്കുന്ന കേട്ടോ, മരത്തേൽ ഇങ്ങനെ പടർത്തി കയറ്റാറില്ലേ നോർമലി നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതിലൊന്നും അങ്ങനെ നിറയെ കുരുമുളക് ഉണ്ടാവുന്നില്ല, എന്താണെന്നറിയില്ല, ഉണ്ടാവുന്നില്ല. എന്തായാലും നമ്മുടെ കുളത്തിലെ വെള്ളമൊക്കെ പറ്റിച്ചു. ഇവിടെ ലൈറ്റ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. നമ്മുടെ ഷാഡോ ഉണ്ടായിരുന്ന സമയത്ത് അവനാണെങ്കിൽ ചവിട്ടിയും ഓടിച്ചും ഒക്കെ കുറേ കളഞ്ഞ് നശിപ്പിച്ചു. അങ്ങനെ കുളമെല്ലാം ക്ലീൻ ചെയ്തു. ഇപ്രാവശ്യം നമ്മൾ ആ ചേരയെ കണ്ടു, പക്ഷേ ചേര ഇറങ്ങി ഓടിക്കളഞ്ഞു. പിന്നെ ഇത് നമ്മൾ കുളം നിറച്ചിട്ടുണ്ട്, പക്ഷേ ഈവനിങ് ആയപ്പോഴത്തേക്കും ഇത് ഇത്രയും നിറച്ചതായിരുന്നു നമ്മൾ. എന്നിട്ടാണ് നമ്മളിതിനകത്ത് ആമ്പലെല്ലാം താമരകളെയൊക്കെ ഇങ്ങോട്ട് മാറ്റാമെന്ന് കരുതി ഒക്കെ എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് അതിനകത്ത് ചെളിയൊക്കെ കളഞ്ഞ് കണ്ടില്ല. എല്ലാം ഇങ്ങനെ അച്ഛനും ചേച്ചിയും കൂടെ ചേർന്നിട്ടെല്ലാം നമുക്ക് സെറ്റ് ചെയ്തൊക്കെ തന്നു. കുറേ നേരത്തെ രാവിലെ തൊട്ട് ഓൾമോസ്റ്റ് വൈകുന്നേരം വരെ ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു. അന്ന് വേറെ ഒരു പണിയും നടന്നില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാം ചെയ്യാൻ പോയി നിന്ന് ഞാൻ പ്രത്യേകിച്ച് വീഡിയോ എടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പനി പിടിച്ച് പിറ്റേ ദിവസം തൊട്ട് ഞാൻ കിടപ്പായിരുന്നു. അങ്ങനെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ടായിരുന്നു ഈ ഒരു വീഡിയോയുടെ പുറകിൽ. എന്തായാലും എല്ലാം കഴിഞ്ഞു. അതിന് ഞാൻ വേറൊരു ദിവസം കാണിക്കാം എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചത്. അപ്പോൾ വൈകിട്ട് ഞാൻ ചേച്ചിയെ തിരിച്ചു കൊണ്ടുപോയി വിടണം. അപ്പോൾ അത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നിടം വരെ ടാറ്റാ ബൈ, സീ യു.